കഴിഞ്ഞൊരു സമയത്ത്, അതായത് ഒറീസയിൽ ഒരു നായിക് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ, അതായത് അയാൾ IPCയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം അയാളെ ചെരുപ്പ് മാല അണിയിപ്പിക്കുന്നു. അയാളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊക്കിയെടുത്തുകൊണ്ട് പോയതാണ്. എന്നിട്ട് അയാളെ കൊണ്ട് ചാണകം കഴിപ്പിക്കുന്നു. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ ഇത് ലോകം ഇത് കാണുന്നില്ല എന്ന്? ആബ്സല്യൂട്ട്ലി നോൺസെൻസ്. ഇത് ലോകം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം അമേരിക്ക തന്നെയാണ്. അതിൻ്റെ മുമ്പിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഒരു പുല്ലുമല്ല. ഇന്നും ഇന്ത്യക്കാരൻ ജോലി അന്വേഷിച്ചും പഠിക്കാനൊക്കെ പോകുന്ന ആ രാജ്യത്ത് തന്നെയാണ്. അവിടെ ഇന്ത്യയിലുള്ള പല ക്രിസ്ത്യാനികളോട് നിങ്ങൾ പറയുമായിരിക്കും നിങ്ങൾ അമേരിക്കയിലോട്ട് പോകാൻ. അമേരിക്ക ഇൻവൈറ്റ് ചെയ്ത് പോകാനും പല ആൾക്കാരും ഉണ്ട്. ആദ്യം മനസ്സിലാക്കുക, അവിടെ പോയിരിക്കുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള എത്ര പേർക്ക് അവിടുന്ന് തിരിച്ചു വരാൻ താല്പര്യമുണ്ട്? എൻ്റെ ചോദ്യമാണ് കൗണ്ടറായിട്ട്. 1% പോലും ആൾക്കാർക്ക് താല്പര്യമില്ല. H1B വിസയുടെ കാര്യം എടുക്കുക. അവിടെ ജോലി ചെയ്തിരുന്ന പല ഇന്ത്യക്കാർക്കും ഒരാൾക്ക് പോലും തിരിച്ചു വരാൻ താല്പര്യം, കാരണം ഇവിടെ കിഴങ്ങുമില്ല. അങ്ങനെയുള്ള രാജ്യമാണ് നമ്മുടേത്. നമ്മളിത് ഡെവലപ്പ് ചെയ്യും, പക്ഷെ സമയമെടുക്കും. ഏതായാലും സംഘപരിവാറോ RSSും ബജറാങ് ദളും കാണിക്കുന്നതിന് പാവം പിടിച്ച ഇന്ത്യക്കാരെ അമേരിക്കയിൽ വേട്ടയാടാൻ തുടങ്ങി. അത് RSS തന്നെ ആദ്യമായിട്ട് പറഞ്ഞു ഈ ഒരു പോക്ക് ശരിയല്ല, ഇത് പ്രശ്നമുണ്ടാകും. കാരണം അമേരിക്ക ഇത് കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ, അവരുടെ മന്ത്രിമാർ. അതേപോലെ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിന്ദു വിശ്വാസിയാണ്, അവരെ തിരിച്ച് ക്രിസ്ത്യാനിയായിട്ട് കൊണ്ടുവരണം. ഇതൊക്കെയാണ് അമേരിക്കയിൽ നടക്കുന്ന ചർച്ച. അതായത് ഇന്ത്യക്ക് വരാനുള്ള സമയത്ത് ഇന്ത്യൻസിന് അമേരിക്കയിൽ ഈ പറയുന്ന പോലെ പഴയ രീതിയിലുള്ള പോക്കൊന്നും ഉണ്ടാവത്തില്ല. അതിൻ്റെ തുടക്കം കുറിച്ചത് ഇന്ത്യയാണ്. അത് പല രീതിയിൽ ട്രേഡ് ഡീലാണെങ്കിലും ആ ഡീലാണെങ്കിലും ഈ ഡീലാണെങ്കിലും അത് അമേരിക്കൻ വലിയ പോപ്പുലറായിട്ടുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയെ അവരെ ബാധിച്ചു തുടങ്ങി. അതിൻ്റെ സെറ്റ് ബാക്കും അതേപോലെ വേട്ടയാടലുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് വ്യാപകമാകാനുള്ള സാധ്യത വളരെ കൂടുതൽ. കാരണം ഇന്ത്യയിൽ ഓരോ ദിവസവും, അതായത് കഴിഞ്ഞിടയ്ക്ക് കാൺപൂരിലൊരു പാസ്റ്റർ വെറുതെ ഒരു കാര്യവുമില്ലാതെ അയാളെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നു, ജയിലിലിടുന്നു. ഇതൊക്കെ സ്ഥിരമായിട്ട് സംഭവിക്കുകയാണ്. അതേപോലെ ഞാൻ അറിഞ്ഞിടത്തോളം പല RSSൻ്റെ പല ലീഡേഴ്സും അമേരിക്കൻ എയർപോർട്ടിൽ പോയി ലാൻഡ് ചെയ്ത് കഴിയുമ്പം അവരെ ഹറാസ് ചെയ്തു. കാരണം നിങ്ങൾക്കറിയാം അമേരിക്കൻ അവിടുത്തെ എമിഗ്രേഷൻ എയർപോർട്ട് വല്ലാത്ത രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കും. പല ആൾക്കാരെയും തിരിച്ചു വിട്ടു. ഇതിൻ്റെയൊക്കെ തുടക്കം കുറിച്ചത് ഇന്ത്യയിലുള്ള ബജറാങ് ദളുകാരാണ്. അവർ തന്നെ അനുഭവിക്കും. കാരണം ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാൻ, ഈ അടിയും പിടിയും എന്നൊക്കെ പറയുന്നത് ഗ്ലോബൽ ഇഷ്യൂ ആയിട്ടങ്ങ് മാറി.